ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു വളരെ ചെറിയൊരു കാര്യം മാത്രമേ സബ് കോൺഷ്യസ് ആയിട്ട് നടക്കുന്നുള്ളൂ. അതിൽ തന്നെ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ ബോഡി ലാംഗ്വേജ്, ത്രൂ ഫേസ് എക്സ്പ്രഷൻസ്, ത്രൂ സൈലൻസ്, എല്ലാത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ ദീക്ഷ പോലുള്ള കാര്യങ്ങൾ ഓൺലൈൻ വഴി ഒരിക്കലും പ്രാക്ടിക്കലി കൊടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഓൺലൈൻ ദീക്ഷ വരെ ഉണ്ട് ലോകത്ത്. പക്ഷേ അവിടെയൊക്കെ എന്ന് വെച്ചാൽ പ്രസൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, പ്രസൻസ്, ആ പ്രസൻസിൽ മാത്രമാണ് മറ്റു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത്. അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഒരാൾ മറ്റൊരാളെ ഹഗ് ചെയ്യുമ്പോൾ, സ്നേഹത്തോടെ ഹഗ് ചെയ്യുമ്പോൾ, ഇപ്പൊ അറിയാം ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് ഓൺലൈൻ വഴി ഹഗ് ചെയ്താൽ കിട്ടും. ഒരാൾ അവിടെ നിന്നും ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ കിട്ടുന്നില്ല. സർട്ടൻ തിങ്സ് ആർ ഡയറക്റ്റ് ആയിട്ട് മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതേസമയം തന്നെ എത്ര അകലങ്ങളിലുള്ള രണ്ടുപേർ തമ്മിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന രണ്ട് സോഴ്സുകളും തമ്മിൽ സബ് കോൺഷ്യസിലാണ്. അത് കോൺഷ്യസിൽ കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ കോൺഷ്യസിൽ കണക്റ്റഡ് ആകുമ്പോഴാണ് നമ്മൾ ചില ഡ്രീംസ് ഓർമ്മിക്കുകയും അത് പിന്നീട് പിറ്റേ ദിവസം പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നു. ചിലരുടെ മരണം ചിലർ മനസ്സിലാക്കുന്നു. നമ്മൾ പറയും സൈക്കിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയും. അവര് ചില ഹോണ്ടഡ് പ്ലേസസ് പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലർക്ക് മാത്രം അത് ഫീൽ ചെയ്യുന്നു. അവരതിന്റെ ഹിസ്റ്ററി അന്വേഷിച്ച് പോകുമ്പോൾ അവിടെ നേരത്തെ വല്ലതും പഠനമാറ്റം നടത്തുന്നത് അവർക്ക് മാത്രം അതുകൊണ്ട് ഫീൽ ചെയ്യുന്നത് പറഞ്ഞാൽ സൈക്കിക് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഉള്ള ആളുകളിലാണ് അതൊക്കെ സംഭവിക്കുന്നത്. അല്ലേ? നമ്മുടെ സുനാമി വരുന്ന സമയത്ത് മനുഷ്യരെല്ലാം മറീന ബീച്ചിൽ അവിടെ പോയി കാറ്റ് കൊണ്ടുകൊണ്ടിരുന്നില്ലേ? ഒരു ഗൗരവമില്ലാത്ത ജീവികളെല്ലാം ഓടിപ്പോയി. അല്ലേ? ഒറ്റ വിവരമില്ലാത്ത ജീവികളും ബോധമില്ലാത്ത നമ്മളെ പോലെ നാഷണൽ ബീയിങ്സോ ഒന്നും അല്ലാത്ത ജീവികളും എല്ലാം പക്ഷികളും എല്ലാം മറന്നുപോയി. മനുഷ്യൻ അവിടെ നിന്ന് കാറ്റുകൊണ്ടോണ്ടിരുന്നു. ഇതൊന്നും വരുന്ന അറിയാൻ. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ നാച്ചുറുമായിട്ട് കൂടുതൽ കൂടുതൽ കണക്റ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഇൻട്രിൻസിക് നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് യുവർ സർവൈവൽ. നിങ്ങൾ കൂടുതൽ സേഫ്റ്റിയിലോട്ട് കംഫർട്ട് സോണിലോട്ട് പോകുമ്പോൾ അതിന്റെ ആവശ്യമില്ലാത്തതിനാൽ അത് ആ ട്രിഗറെ സ്റ്റിമുലേറ്റ് ചെയ്യില്ല. അതേസമയം സർവൈവൽ ഒരിക്കൽ ഞാൻ ഒരു യാത്ര ഒറ്റയ്ക്ക് പോയി, ഹിമാലയത്തിലൊരു യാത്ര പോയപ്പോൾ ശ്രീനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാശ്മീരിലെ ശ്രീനഗർ അല്ല, ബദരിയിലോട്ട് പോകുന്ന ഭാഗത്തിന് ശ്രീനഗറുണ്ട്. ആ ശ്രീനഗറിലെത്തി അവിടെ ഒരു ചെറിയ ലോഡ്ജിൽ ഞാൻ റൂം എടുത്തി. അപ്പൊ അവിടെ നിന്ന് നോക്കിയപ്പോ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. അതിന്റെ വെളിയിൽ കുറെ ആളുകൾ അതും പച്ചക്കറികൾ അത് വിൽക്കുന്നു. ഒരു 4 മണിയായിട്ടില്ല, ഒരു 3:30 മണിയൊക്കെ ആയ സമയത്ത്, 4 മണിക്ക് ആ ടൈമില് പെട്ടെന്ന് ഞാൻ അവിടെ പുറത്തിറങ്ങി ഇതൊക്കെ കണ്ടോണ്ട് വായി നോക്കിക്കൊണ്ട് നടക്കുകയാണെന്ന് പറയാം. നടന്നപ്പോ ഞാൻ നോക്കിയപ്പോ പെട്ടെന്ന് അവിടെ ഒരു ചേഞ്ചോട് ഒരിടം വന്നിട്ടില്ല. എല്ലാ ആൾക്കാരും, എല്ലാ മനുഷ്യൻ ഇറക്കി, എല്ലാം കൂട്ടി, എല്ലാം ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇതെന്താ പറ്റി ഇവിടെ 4 മണിക്ക് മാർക്കറ്റ് അടയ്ക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഇല്ല, ഒരു 15 മിനിറ്റ്, 1 മണിക്കൂറിനകത്ത് കൊടുങ്കാറ്റ് ഇവിടെ അടിക്കും, ക്ലൈമറ്റ് മാറും, ഭയങ്കരമായ മഴവില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി. അതൊന്നും ഒരു സൂചന, വലിയൊരു ഇൻഡിക്കേഷൻസ് ഒന്നും വരുന്നില്ല. അവിടെ കാലാകാലങ്ങളായി ഈ പഹാടി ലോകം എന്ന് പറയുന്ന ആ ഒരു വർഗത്തിന് ആ ഒരു ഇൻട്രിൻസിക് നോളജ് ഉണ്ട്, എപ്പോൾ മഴ പെയ്യും എന്നുള്ളത്. നമ്മള് പല പക്ഷികളെ ശ്രദ്ധിച്ചാൽ അറിയാം. അല്ലെ? അത് ആ ക്ലൈമറ്റ് മാറുമ്പോൾ ആ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാകും. എന്നിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ വിളിച്ച് കാരണം നമുക്ക് സംതിങ് റോങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന ഇൻഡിക്കേഷൻ നാച്ചുറൽ ആയിട്ടും ഇൻട്രിൻസിക് ആയിട്ടും അവർക്ക് കിട്ടും. അല്ലെ? നമുക്കത് കിട്ടാതെ പോയത് എന്താ? കാരണം ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ഈ സംസാരിച്ചിട്ട് ഈ മൊബൈൽ എടുത്ത് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ആരും കരുതുന്നില്ല ഞാൻ എടുത്തുന്ന മുഖത്തൊരിയും. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാനിപ്പോ അങ്ങനെ കരുതുന്നതോ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടയ്ക്ക് സംഭവിക്കുമെന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ മുഖത്തൊരുങ്ങി. അങ്ങനെയാണെങ്കിൽ ഗാർഡന്റെ കുഴപ്പമുണ്ട്, നമ്മൾ കുറച്ച് കരുതിയിരിക്കണം എന്ന് നിങ്ങൾക്ക് പിന്നെ തോന്നും. ഇത് പ്രശ്നങ്ങളാണ്, ഇടയ്ക്ക് മൊബൈൽ എടുത്തറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആപത്തിന്റെ സൂചന ഇല്ലാത്തിടത്തോളം സമയം നമ്മളിലെ ആ ഒരു ആ ക്വിക്നെസ് അല്ലെങ്കിൽ ആ ഒരു റിഫ്ലക്സ് എന്ന് പറയുന്നത് കുറഞ്ഞു കിടന്നു വരും. മനസ്സിലായോ? അപ്പോ ആ സർവൈവലിന് എന്തെങ്കിലും രീതിയിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാകുമ്പോഴാണ് റിഫ്ലക്സ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ ലോജിക്കൽ ബ്രെയിൻ കൊണ്ട് അതെല്ലാം ഇല്ലാത്ത ഒരു കംഫർട്ട് സോണിൽ കംഫർട്ടായിട്ട് ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട്
ഇപ്പൊ നാഗാലാൻഡില് കൊണ്ട് കേട്ടിട്ടുണ്ട്. നാഗാലാൻഡില് പോകുന്ന ആൾക്കാർ പറയും ഇപ്പോഴല്ല പണ്ട് എപ്പോ വേണമെങ്കിലും തലയിൽ അംഗം വന്ന് കൊണ്ടുവന്നു എവിടെ നിന്നെങ്കിലും ഈ ട്രൈബ്സ് അറ്റാക്ക് ചെയ്യും. അപ്പൊ അന്ന് പോകുന്ന ആളുകള് അത് കരുതിയാണ് പോകുന്നത്. പക്ഷെ ഇന്ന് പോകുമ്പോൾ നമ്മള് എവിടെ നമുക്ക് കരുതി കൊള്ളും എന്ന് വിചാരിച്ചിട്ടല്ല പോകുന്നത്. കാരണം വി ഫീൽ ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ അന്ന് ചെന്നൈയിൽ ഒരിക്കൽ വെള്ളപ്പൊക്കം കൊണ്ടെങ്കിൽ എല്ലാവരും കോടീശ്വരന്മാരായ ആളുകളെല്ലാം പട്ടിണി കിടന്നു. ഹെലികോപ്റ്ററിൽ ആഹാരം കൊണ്ടുവരേണ്ടി വന്നു. അതായത് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സ്പെക്ട് ചെയ്യാത്ത വിധം നമ്മൾ കംഫർട്ട് സോണിലാക്കി കാട്ടിൽ ജീവിക്കുന്ന ജീവികൾക്കോ അല്ലെങ്കിൽ ഗോത്രങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർക്കോ ഒക്കെ ഇപ്പോഴും ആ ഒരു സർവൈവൽ ഫിയർ ഉള്ളത് കൊണ്ട് അവർ റിഫ്ലക്സ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. അല്ലേ? അതാണ് ഇവിടെ സത്യം. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിന്റെ ഈ പറഞ്ഞ ചോദ്യത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിരന്തരമായി നമ്മുടെ ബോഡിയുമായിട്ടും ബോഡിയുടെ വിസ്തവുമായിട്ടും നമ്മുടെ ശരീരത്തിലെ ലേയേഴ്സ്, സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ലേയേഴ്സിനെ കുറിച്ചുള്ള ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ കണക്റ്റഡ് ആയാൽ മാത്രമേ നമ്മുടെ പ്രാണയില് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഇൻഡിക്കേഷൻ ആയിട്ട് അത് കിട്ടും. യു വിൽ ഗെറ്റ് ഇൻഡിക്കേഷൻസ്, പല രീതിയിലുള്ള ഇൻഡിക്കേഷൻ. ചിലപ്പോൾ സിംബോളിക് ഇൻഡിക്കേഷൻ ആയിരിക്കും, ചിലപ്പോൾ നേരിട്ടുള്ള ഇൻഡിക്കേഷൻ ആയിരിക്കും. പിന്നെ ആ ഇൻഡിക്കേഷൻസ് നമുക്ക് റീഡ് ചെയ്യാനും പറ്റണം. സംടൈംസ് ഇറ്റ് ഈസ് സിംബോളിക്, പക്ഷെ നമുക്ക് റീഡ് ചെയ്യാൻ ഇതിനും പറ്റില്ല. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളിലൂടെ അത് വരാം. പക്ഷേ we call it coincidence because we don't know the real meaning of it. നമ്മൾ അതിന്റെ കോയിൻസിഡൻസ് എന്ന് വിളിക്കും.